രണ്ട് മിടുക്കിയുള്ള റിക്വസ്റ്റ് വന്നിരിക്കാൻ ദൈവമേ അറിയാവുന്ന പാട്ടായിരിക്കണമേ. മിഴിയോരം നനഞ്ഞൊഴുകും നിഴലും മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ നിലം പൂവേ. മിഴിയോരം നനഞ്ഞൊഴുകും വളരെ നല്ലൊരു ഗാനമാണ്. വളരെ മറവിയുള്ളൊരു ഗായകനാണ്. വരികൾ തെറ്റിപ്പോയാൽ ക്ഷമിക്കുക. നല്ല പാടിയ പാടാം. ശരറാന്തൽ തിരിതാണോ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. ശരറാന്തൽ തിരിതാണോ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. മവിരമല്ലാണി തന്നി തന്നനാണി നാണി തന്നി നാണി നാണി തന്നി നാണി നീ തനിയില്ലേ ഞാൻ ഈ റിക്വസ്റ്റ് വന്നപ്പോൾ അദ്ദേഹത്തിനെ പറയല്ല. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞാൻ റെവി ടോമി കൂടി അമേരിക്കയിലൊരു ഷോന് പോയിരുന്നു. 1 മാസത്തെ ടൂറായിരുന്നു. 15 ഷോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അറ്റ്ലാന്റ ഓർ ഡാലസ് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു ഷെറാന്നുള്ള പാട്ട് പാടുന്നത്. ഞാൻ പറഞ്ഞു പാടാം. അദ്ദേഹം പറഞ്ഞു എൻ്റെ മനസ്സിൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ വിങ്ങി നിൽക്കുന്നൊരു ഗാനമാണ്. ഞാൻ ആരെങ്കിലും പാടി കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നൊരു ഗാനമാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ഈ ഗാനം അറിയാം, പക്ഷെ ലിറിക്സ് അറിയില്ല, തന്ന ഉപകാരമായിരുന്നു. അദ്ദേഹം ഷെറാന്ത് എന്നുള്ള പാട്ടല്ല, അദ്ദേഹം വേറെ ഒരു വരി ഇങ്ങോട്ട് തരുന്നില്ല. ഓക്കെ, താങ്ക് യു വെരി. അദ്ദേഹം ഫസ്റ്റ് ലൈൻ അല്ലാതെ വേറെ ഒരു ലൈനും പറയുന്നില്ല. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പാട്ടാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 4 വരി നന്നായി ഞാൻ പാടിയാണ് എന്ന് പറഞ്ഞ പോലെ. പക്ഷെ അദ്ദേഹത്തിന് ഈ വളരെ ഇഷ്ടപ്പെട്ട ഗാനമാണ്. അദ്ദേഹത്തിന് കമ്പയർ ചെയ്യുന്നതല്ല. താങ്ക് യു വെരി മച്ച് സാർ. ഇപ്പൊ വന്ന റിക്വസ്റ്റ് ശ്രുതിയിൽ നിന്നുയരും സ്കെയിൽ അറിയാൻ പലതുകൊണ്ടാണ്. പെട്ടെന്ന് റിക്വസ്റ്റ് വരുമ്പോഴത്തേക്ക് പാടുമ്പോഴത്തേക്കും പലപ്പോഴും സ്കെയിൽ ക്ലാഷ് വരും. മറ്റൊരു ഗാനം അന്തരിച്ച ജോൺ സേഫിന്റെ ഗാനമാണ്. ഒരു ഗാനം റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു ക്രിസ്തീയ ഭക്തിഗാനം പാടുന്നുള്ളതാണ്. ക്രിസ്തീയ ഭക്തിഗാനം പാടിയാണ് പ്രോഗ്രാം തുടങ്ങിയത്. എങ്കിലും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗാനം പാടുകയാണ്. ഒരു ഹിന്ദു ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഗാനം പാടിയിട്ടുള്ള ക്രിസ്തീയ ഭക്തിയാണ്. ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്, എൻ്റെ ഏതെങ്കിലും ഒരു ഗാനം ഇല്ലാത്തൊരു ക്രിസ്തീയ കുടുംബം ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ ഒരിക്കലും
പിന്നീട് പാടിയിട്ടുള്ള ഒരുപാട് ഹിറ്റ് ഗാനങ്ങളിൽ ഒന്ന് രണ്ട് ഗാനങ്ങളാണ്. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, അതുപോലെ ഗാനമാണ്. അസ്തമിക്കാത്ത സ്നേഹം, ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹം. മറ്റൊരു ഗാനം, സമയം സമാഗതമായി സകലരും മരുതപിക്കാൻ സർവം ത്യജിച്ചിടുവാൻ സകലരും മണഞ്ഞിടുവിൻ. കോട്ട ആശ്രമത്തിൽ നിന്ന് ഇറങ്ങിയ ഒരു ഗാനമാണ്. ഇപ്പൊ ഏറ്റവും ക്രിസ്മസിന് ഇറങ്ങിയ മിക്ക ആൽബത്തിനും പാടാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഏറ്റവും ഒരു എടുത്തു പറയേണ്ട കാര്യം, UK-യിലെ ഒരു പ്രൊഡ്യൂസർ സിജോ നിർമ്മിച്ചൊരു ഗാനം അദീപൻ എന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് റിലീസ് ചെയ്തൊരു ഗാനമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഗാനങ്ങളൊന്നാണ്. എനിക്ക് ലിറിക്സ് ഓർമ്മയില്ല. സിജോയോട് ഇവിടെ വന്നിട്ടുണ്ട്, എവിടെ ഇരിക്കുന്നത് എനിക്കറിയില്ല. അദ്ദേഹത്തിനോട് ഫാമിലിയോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം വളരെ ഈ അടുത്ത് ഈ കഴിഞ്ഞ മാസം ഇറങ്ങിയിട്ടുള്ള ക്രിസ്തീയ പ്രത്യാനങ്ങൾ, ക്രിസ്മസിനോട് അനുബന്ധിച്ച് റിലീസ് ചെയ്തിട്ടുള്ള ക്രിസ്തീയ പ്രത്യാനങ്ങൾ ഒരുപാട് ഹിറ്റായിട്ടുള്ളൊരു ഗാനമാണ്, അല്ലെങ്കിൽ ഒരു ആൽബമാണ് അദീപൻ എന്ന ആൽബം. അദ്ദേഹത്തിനോടും അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. അടുത്ത ഗാനം വളരെ ഒരുപാട് ഹിറ്റായിട്ടുള്ളൊരു സോങ്ങാണ്. ഞാൻ സഹോദര തുല്യം സ്നേഹിക്കുന്ന മാർക്കോസ് എഴുതി പാടി